Good morning. Morning. Good morning. Good morning. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, sorry. Okay, prayer ആരാണ്? മാം ഞാൻ പാടാം. ചുമ ഉണ്ട് കേട്ടോ. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can't get over it. So deep, you can't get under it. So wide, you can't get around it. Oh, wonderful love. Thank you, ma'am. Signing and thought of the data. I'm prepared. Okay. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അതെ, നമ്മള് കമ്മ്യൂണിക്കേഷൻ അതില് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഡിഫറെന്റ് പീപ്പിൾസ് ഇൻ നമ്മള് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്നത് ഒരു ടീച്ചറിനെ സംബന്ധിച്ച് നമ്മൾ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഫസ്റ്റ് മാനേജ്മെന്റ്, ചിൽഡ്രൻ. ഫസ്റ്റ് എൻ്റയർലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ചിൽഡ്രൻസ് ആണ്. ദെൻ നമ്മുടെ മാനേജ്മെന്റ് ആൻഡ് പാരന്റ്സ് ആയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് മാനേജ്മെന്റ് വരുന്നത്. രണ്ട് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാനേജ്മെന്റ് ആയിട്ട്. മാസ്റ്റർ ആൻഡ് സെർവന്റ് അറ്റ് എ ടൈം, ലീഡർ ആൻഡ് ഫോളോവർ. നമുക്ക് പ്രിഫറബിൾ ചെയ്യാൻ പറ്റുന്നത് മാസ്റ്റർ ആൻഡ് സെർവന്റിനേക്കാളും കൂടുതൽ നമുക്ക് നല്ലത് നമുക്ക് ലീഡർ ആൻഡ് ഫോളോവേഴ്സ്. നമ്മൾ ലീഡ് ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഫോളോ ചെയ്താൽ മതി, നമ്മൾ ഫോളോവേഴ്സ് ആണ്. അത് നല്ലൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ലീഡർ ആൻഡ് ഫോളോവർ റിലേഷൻഷിപ്പ് ആണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. Then management may be a single person. ഒരൊറ്റ വ്യക്തിയായിരിക്കും മാനേജ്മെന്റ് എല്ലാ മാനേജ്മെന്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് നമ്മൾ സോൾ ട്രേഡർഷിപ്പ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. സോ ടീച്ചേഴ്സിന് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് പറ്റും. ദെൻ അസോസിയേഷൻ ആൻഡ് ട്രസ്റ്റുകൾ അല്ലെങ്കിൽ സൊസൈറ്റീസ് ആയിട്ട് മാനേജ്മെന്റ് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും അവിടെ മാനേജ്മെന്റ് കൂടുതലായിട്ട് മാനേജ്മെന്റ് കാര്യങ്ങൾ വരുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അവിടെ നമ്മൾ ടീച്ചർ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബോർഡിനേറ്റിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. റിലീജിയസ് ഗ്രൂപ്പ്സ് നമുക്കറിയാം, റിലീജിയസ് ഗ്രൂപ്പ്സിന്റെ ബേസിലും എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരുപാട് ബാക്ക്വേർഡ് കാസ്റ്റിൽ നിന്നൊക്കെ എന്താ പറയുക, ബാക്ക്വേർഡ് കാസ്റ്റിന്റെ ബേസിൽ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു കാസ്റ്റിലെ കുട്ടികൾക്കാണെങ്കിൽ പോലും അത് നല്ലൊരു എന്തായിരുന്നു, റിലീജിയസ് ഗ്രൂപ്പിന്റെ ബേസിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ കാസ്റ്റിന്റെയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴും മാനേജ്മെന്റ് ടീച്ചേഴ്സ് ആ ഒരു കാസ്റ്റില് അല്ലാത്ത ടീച്ചറാണ് ആ ഒരു ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ ഒരു കാസ്റ്റ് ഫോളോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ കാസ്റ്റ് ഫോളോ ചെയ്യണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അത് അനുസരിച്ച് തന്നെ വേണം നമ്മൾ പോവാനായിട്ട്.
സോ പിന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് എപ്പോഴും ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല, നേരിട്ട് കോണ്ടാക്ട് വേണമെന്നില്ല. ദെൻ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയർ, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇമ്മീഡിയറ്റ് സുപ്പീരിയറിനോട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഇനി ടീച്ചേഴ്സ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്, പാരന്റ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ മോഡൽ എഡ്യൂക്കേഷനിൽ പറയുകയാണെങ്കിൽ പാരന്റ്സ് ആണ് ശരിക്കും പറഞ്ഞ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ബിസിനസ് രീതിയിൽ നിർത്തി പാരന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരാണ് പാരന്റ്സ്? പാരന്റ്സ് ആണ് കസ്റ്റമേഴ്സ്. അവര് ആണ് എന്ത് നമുക്ക് അവർക്കൊരു CBSE അല്ലെങ്കിൽ നമ്മള് ഒരു എന്താ പറയാ മാനേജ്മെന്റ് സ്കൂളിനെയൊക്കെ സംബന്ധിച്ച് അവിടെ കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന ആരാണ്? പാരന്റ്സ് ആണ്. അപ്പൊ പാരന്റ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. നല്ല പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യണം, നല്ല രീതിയിൽ പാരന്റ്സിനോട് സംസാരിക്കാം, നല്ല കാമായിട്ട് സംസാരിക്കാം. ഡിഫറെന്റ് ക്യാരക്ടറുള്ള പാരന്റ്സിനെ ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് വരുന്നത്. ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ഡിഫറെന്റ് ലാംഗ്വേജ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പാരന്റ്സിന്. അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പൊളൈറ്റ് ആയിട്ട് നല്ല ചിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവരോട് എന്തെങ്കിലും സംസാരിക്കണം. അപ്പൊ അവർക്കും ഒരു ഫീൽ ഓഫ് ഗുഡ്, ഒരു നല്ലൊരു ഫീല് തോന്നും, നമ്മളോട് തന്നെ ഒരു നല്ലൊരു ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മളോട് നല്ലൊരു സ്നേഹം തോന്നാനുള്ള ചാൻസ്. അത് വെച്ചാൽ നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലൊരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ പാരന്റ്സിനോട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പോ വിചാരിക്കും കുഴപ്പമില്ല എല്ലാ പാരന്റ്സും ഒരേപോലെ അല്ലേ എന്ന്. അല്ലാട്ടോ, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് നമ്മൾ പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ പാരന്റ്സ് മീറ്റിംഗിന്റെ സമയത്തായിരിക്കും ചില പാരന്റ്സ് ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. എന്തുകൊണ്ട് എന്റെ മകന് അങ്ങനെ മാർക്ക് കിട്ടിയില്ല, അങ്ങനെ നമ്മളോട് ചോദിക്കും. നമ്മളോട് ഇങ്ങനെ വരും, അവര് ഒരുമിച്ചാണോ പഠിക്കുന്നത്, എന്നിട്ട് എന്താ അവര് മാർക്ക് കുറവ്, അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ, നമ്മുടെ ടീച്ചേഴ്സിന്റെ മിസ്റ്റേക്ക് അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പൊ ജസ്റ്റ് നമ്മളെല്ലാവരെയും ഒരേ രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ബട്ട് എന്താണ്, അത് ഓരോ കുട്ടിയുടെയും കഴിവ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്നാ നമുക്കറിയാം ഓരോ ഇൻഡിവിജ്വലും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മളത് മനസ്സിലാക്കാം, കുട്ടികൾ അത് പറഞ്ഞു കൊടുക്കാൻ നോക്കാം. ഓരോ കുട്ടിക്കും ആ എൻറ്റയർലി ഡിഫറെന്റ് കഴിവുകളായിരിക്കും. നമ്മൾ കുട്ടികളുടെ കഴിവ് കണ്ടെത്താനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസ്കി ആയിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ. നല്ല രീതിയിൽ പൊളൈറ്റ് ആയിട്ട് നമ്മള് ഓക്കെ പേജ് നമ്പർ 173 ആണ് തോന്നുന്നു. 173 കേട്ടോ. നല്ല രീതിയിൽ അവരോട് എന്ത് ചെയ്യാം, പെരുമാറാം, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. കുട്ടികളുടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സജഷൻസും കാര്യങ്ങളും നമ്മൾ ടീച്ചേഴ്സ് പാരന്റ്സിന് കൊടുക്കാം. കാരണം നമ്മൾ മാത്രം ട്രൈ ചെയ്തുകൊണ്ട് കുട്ടികൾ ഇംപ്രൂവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രണ്ടുപേരുടെയും ഈക്വൽ പാർട്ടിസിപ്പേഷൻ വേണം. പാരന്റ്സും ടീച്ചേഴ്സും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഭാവി തലമുറയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ പാരന്റ്സും ടീച്ചേഴ്സും ഈക്വൽ ആയിട്ടാണ്, ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ. ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് ആരെല്ലാം? പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. അതേപോലെ പാരന്റ്സിന് നമ്മുടെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ പാരന്റ്സും ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. കാരണം നമുക്ക് ടീച്ചേഴ്സിന് അറിയാം എന്താണ് കുട്ടിക്ക് നല്ലത്, എന്താണ് നല്ലതല്ലാത്തത് എന്നുള്ളത്. ടീച്ചേഴ്സിന് നല്ല അറിവുണ്ട്. സോ നമ്മളത് പറയാം. ഇനി എന്തെങ്കിലും ചില ടീച്ചേഴ്സ് ഒക്കെ ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും, പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അത് അവരോട് പറയാം, അവരോട് നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെന്റിനോട് നേരിട്ട് പറയാനുണ്ട്. ടീച്ചേഴ്സിനെ കുറിച്ച് കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെന്റിനോട് നേരിട്ട് പറയാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നമ്മളുടെ പാരന്റ്സിനെയാണ് ആരായിട്ട് കാണുന്നത്? കസ്റ്റമേഴ്സ് ആയിട്ട് കാണുന്നത്. മോഡേൺ എഡ്യൂക്കേഷനിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാകുന്നത്. മോഡേൺ എഡ്യൂക്കേഷൻ ഇപ്പൊ അതാണ്, പാരന്റ്സിനെ കസ്റ്റമേഴ്സ് ആയിട്ടാണ്, കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് നോക്കാം. അടുത്ത് വരുന്ന ഒരു ടീച്ചേഴ്സ് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിട്ടാണ് പാരന്റ്സ് ആയിട്ടാണ്. മോഡേൺ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് feels like parents are the customers. In the modern education, പാരന്റ്സിനെയാണ് കസ്റ്റമേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്.
ചില കസ്റ്റമേഴ്സ് പാരന്റ്സ് ആണ് കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. സോ ദ ടീച്ചേഴ്സ് ഷുഡ് ഹാവ് ടു calm and polite even if the parents shout or use disparate words. നമ്മളിപ്പോ ചില പാരന്റ്സ് ചിലപ്പോ എഡ്യൂക്കേറ്റഡ് ആവണമെന്നില്ല, അൺഎഡ്യൂക്കേറ്റഡ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് പാരന്റ്സ് ആണെങ്കിൽ പോലും ചില പാരന്റ്സ് നമ്മളോട് ഷൗട്ട് ചെയ്യും. നമ്മള് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോഴും ഒരു സ്മൈലോട് കൂടി തന്നെ ഹാൻഡിൽ ചെയ്യാം. ചില പാരന്റ്സ് നമുക്ക് വിചാരിക്കില്ല, നമ്മൾ അവരോട് നമ്മൾ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്, പെട്ടെന്നായിരിക്കും നമ്മളോട് അവർ ഷൗട്ട് ചെയ്ത് നമുക്ക് ഭയങ്കര വിഷമാവും. ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മള് ഈ ഓരോ രീതിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഫീലിങ്സ് മനസ്സിലാകുന്നത്. നമുക്ക് പെട്ടെന്ന് ഷൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് സങ്കടം വരാനോ അല്ലാതെ പെട്ടെന്ന് നമ്മളവരുടെ കോൺഫിഡൻസ് ഒക്കെ പോകാനൊന്നും പാടില്ല. നല്ല കോൺഫിഡൻസോട് കൂടി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ ഭാഗത്ത് നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു പൊളൈറ്റ് ആയിട്ടുള്ള കാമായിട്ടുള്ള വേർഡ്സിൽ സംസാരിക്കാം. അവർ എത്ര വേണമെങ്കിലും ഷൗട്ട് ചെയ്യും നമ്മളോട്. അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്താൽ പോലും ഓക്കെ മാം ഞങ്ങൾ നോക്കാം, സോറി, അങ്ങനെ കാമായിട്ട് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാം. അപ്പോൾ അവർക്കും ഒരു ഫീൽ തോന്നും. നമ്മള് ചില പാരന്റ്സ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് സ്ഥാപിച്ചെടുക്കാനായിട്ട് നോക്കും. അവരുടെ ഭാഗമാണ് ശരി, അവർ കറക്റ്റ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമിന്റെ മാർക്കിന് പോലും ടീച്ചേഴ്സിനെ വിളിച്ച് കല്ലൊഴിക്കുന്ന പാരന്റ്സ് ഉണ്ട് ഇന്ന്. എന്തുകൊണ്ട് എന്റെ മകൻ അങ്ങനെ മാർക്ക് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ പാരന്റ്സ് ചോദിക്കും, വിളിച്ചു ചോദിക്കും. ഈ CBSE കുട്ടികൾക്ക് മാത്സ് പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ ടെസ്റ്റിലുള്ള രീതിയിലായിരിക്കും മാത്സ് പഠിപ്പിക്കുന്നത്. പക്ഷെ അവരുടെ പാരന്റ്സ് അവരെ പഠിപ്പിക്കുന്നത് വെച്ചാല് അവരെങ്ങനെയാണോ പഠിച്ചത്, ഡിവിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ പഠിച്ചത് ആ രീതിയിലായിരിക്കും. പക്ഷെ പാരന്റ്സ് എന്ത് ചെയ്യും, ആ കുട്ടി ഇപ്പൊ പാരന്റ്സ് പറഞ്ഞ രീതിയിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, എക്സാമിന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോ ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ ചെയ്ത രീതി എന്തായാലും ഡിഫറെന്റ് ആണ്. ആൻസറിൽ നോക്കുമ്പോ അവർ ചെയ്തിരിക്കുന്ന രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ രീതിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ചെയ്ത രീതി മിസ്റ്റേക്ക് വരുമ്പോൾ ടീച്ചർ ചിലപ്പോൾ അത് മാർക്ക് കിട്ടണമെന്നില്ല, മാർക്ക് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ എന്ത് ചെയ്യും, പാരന്റ്സ് ആ ഒരു കാര്യം വിളിച്ച് ചോദിച്ച് അത് വേണം, അത് എന്തുകൊണ്ട് അങ്ങനെയാണ്, ഇതാണ് എന്നുള്ള രീതിയിൽ എന്താ പറയാ സ്ഥാപിച്ചെടുക്കും, മാർക്ക് കൊടുക്കണം എന്നൊക്കെ പറയും. ചിലപ്പോ 2ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്കായിരിക്കും ഈ മാർക്കിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നത്, ടീച്ചേഴ്സിനോട് ഷൗട്ട് ചെയ്യുന്നത്, കാര്യങ്ങൾ പറയുന്നത്, കംപ്ലൈന്റ് ചെയ്യുന്നതൊക്കെ. അപ്പോ നമ്മൾ കുറച്ച് കാമായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോ എന്റെ കേസിലാണെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന സമയത്ത് എന്റെ ടീച്ചേഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എന്താ പറയാ 10th വരെ എന്താണ് മോഡൽ എക്സാം വരെ എനിക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്ട് എന്താണ് സോഷ്യൽ സയൻസ് ആണ്. ടഫാണ്, പക്ഷെ മാത്സ് നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോ സോഷ്യൽ സയൻസ് ഭയങ്കര ടഫായിരുന്നു. ബട്ട് ഞാൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ മാർക്ക് കുറച്ചിടുള്ളൂ എപ്പോഴും. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്നതാണ്, അപ്പൊ എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് പോയിന്റ്സ് കൂടുതൽ എത്തി കഴിഞ്ഞാൽ മാർക്ക് വീഴുന്നു. അങ്ങനെയാണ് ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ടീച്ചർ എക്സാമിന് മാർക്ക് നോക്കുമ്പോൾ ടീച്ചർ മാർക്ക് കുറച്ചിടുള്ളൂ. എല്ലാ കുട്ടികളെയും ഏകദേശം 23 and 23.5, 25 അല്ലെങ്കിൽ 30. അപ്പൊ മീൻസ് എത്രയും മാർക്ക് ഇടാറുള്ളൂ. എല്ലാവരും ടോപ്പ് മാത്സ് ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്ത് ആൻസർ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ നോക്കുമ്പോൾ എന്താണ് സോഷ്യൽ 23 ആണ്, ഫെയിലാണ്. അപ്പോ നല്ല വിഷമമൊക്കെ തോന്നും. എന്നിട്ട് മിസ് എന്റെ അമ്മനോട് പറയും അവൾക്ക് മാർക്ക് ഞാൻ മലപ്പുറം കുറച്ചിട്ടിരിക്കാൻ എന്താണ് അവള് പഠിക്കാൻ കുറച്ച് ഇതാണ് കുടുംബിയാണ്. കാരണം അവള് പഠിക്കൂല, മാർക്ക് കൂടുതൽ ഇട്ട് കഴിഞ്ഞാല് അവള് അധികം പഠിക്കൂല, അതുകൊണ്ടാണ് ഞാൻ മാർക്ക് കുറവിടുന്നതെന്ന് അമ്മയോട് പേഴ്സണൽ ആയിട്ട് പറയും. നല്ലൊരു കാര്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ടീച്ചർ ചെയ്തത്. കാരണം എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു 10th സോഷ്യലിന്. കാരണം മാത്സിനോടൊപ്പം തന്നെ എനിക്ക് സോഷ്യലിനും ഏകദേശം സെയിം മാർക്ക്. വളരെ ഭയങ്കരമായിട്ട് എന്താ പറയാ അത്രയും കഷ്ടപ്പെട്ട് ചില എഫേർട്ട് എടുക്കുന്നത് കൂടുതലായിട്ട് ടീച്ചേഴ്സ് ഓരോ പ്രാവശ്യം ഞങ്ങൾ ഫെയിൽ ആക്കുമ്പോൾ ഞങ്ങൾ ടീമായിട്ടാണ്, ഗേൾസ് എല്ലാവരും കൂടി ടീമായിട്ട് ആ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കൂടുതലായിട്ട് ഇത് പഠിക്കുന്നു, എഴുതി പഠിക്കുന്നു, സോഷ്യൽ ചില എന്താ പറയാ മലയാളം വായിച്ച് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ, വോയിസ് കാര്യങ്ങൾ എഴുതി പഠിക്കുന്നു, പഠിക്കുന്നു, വീണ്ടും പറഞ്ഞു പഠിക്കുന്നു. ഭയങ്കര ടീം വർക്ക് ആയിരുന്നു ഞങ്ങൾ ഫുള്ളും, ഞാൻ ഗേൾസ് ഫുള്ളും. അപ്പൊ എല്ലാവരും കൂടി അതൊരു എന്താ പറയാ ടീച്ചറും കൂടി നല്ല രീതിയിൽ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ പാരന്റ്സ് ആരും ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിന്റെ പാരന്റ്സ് ആരും ടീച്ചറിനോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് മാർക്ക് കുറച്ചിട്ടത്. പക്ഷെ ഇന്നത്തെ പാരന്റ്സ് അങ്ങനെയല്ല. പണ്ട് നമ്മളെ ടീച്ചേഴ്സ് ഒരു കല്ല് തരിക, ഞാൻ വാങ്ങിച്ചു കൊടുക്കുക ചൂരൽ എന്ന് പറഞ്ഞിരുന്ന പാരന്റ്സ് ആണ് നമുക്കുള്ളത്. പക്ഷെ ഇന്നത്തെ പാരന്റ്സ് എന്തുകൊണ്ട് എന്റെ മകനെ തരുത്തി എന്ന് ചോദിക്കാനായിട്ട്
ചെല്ലാണ് അല്ലേ? അപ്പോ നമ്മളിപ്പോ പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഡിഫറെന്റ് ക്യാരക്ടർ, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്, ഡിഫറെന്റ് ലാംഗ്വേജിൽ വരുന്ന ഒരു പാരന്റ്സിനെ ചിലപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. സോ നമ്മൾ അവരെ നല്ല രീതിയിൽ പൊളൈറ്റ് ആയിട്ട് ഒരു കാം ആയിട്ടുള്ള സൗണ്ടിൽ സംസാരിക്കാം. ഒരു ഷൗട്ട് ചെയ്യും. നമ്മൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഷൗട്ട് ചെയ്താൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ടെമ്പർ അല്ലെങ്കിൽ അത് ദേഷ്യം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പെട്ടെന്ന് നമുക്ക് അങ്ങനെ പറയാനായിട്ട് പാടില്ല, ദേഷ്യപ്പെടാനായിട്ടേ പാടില്ല. ഇപ്പോൾ ടീച്ചേഴ്സിന്റെ ഫേസിൽ എന്ത് വേണം, ഒരു ചെറിയ സ്മൈലും പാരന്റ്സിന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും പറ്റണം. ഓക്കെ, ടീച്ചേഴ്സ് ഷുഡ് നോട്ട് ലൂസ് ദ ടെമ്പർ. കാരണവശാലും ആ ടെമ്പർ ദേഷ്യം എന്ത് ചെയ്യാൻ പാടില്ല, ലൂസ് ചെയ്യാൻ പാടില്ല. ടീച്ചേഴ്സ് ഷുഡ് avoid meeting the parents or discussing with the parents anywhere outside of the school. നമ്മൾ പാരന്റ്സിനെ മീറ്റ് ചെയ്യണം, ടീച്ചേഴ്സിനെ ശരിക്കും വേണം. പാരന്റ്സ് ടീച്ചേഴ്സ് വിസിറ്റ് അല്ലെങ്കിൽ ഹോം വിസിറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. ഇന്നുണ്ട് ഇല്ലേ ഹോം വിസിറ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ടീച്ചേഴ്സ്, വീടുകളിലേക്കൊക്കെ വരാറില്ലേ? ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്, എന്റെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് കുട്ടികളുടെ വീട്ടിലേക്ക് HM അതേപോലെ കുറച്ച് അവരുടെ ക്ലാസ് ടീച്ചറൊക്കെ ആയിട്ട് ഹോം വിസിറ്റ് വന്നിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ കുട്ടി എല്ലാവരും പേടിച്ചു പോയി. എന്താ വെച്ചാൽ ഈ ഇടയ്ക്കാണല്ലോ ഇങ്ങനെ ഹോം വിസിറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോ ടീച്ചേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ, പാരന്റ്സ് എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഹോം വിസിറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ്. പാരന്റ്സിന് നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആർക്ക് പറ്റുന്നു, ടീച്ചേഴ്സിന് പറ്റുന്നു. അപ്പൊ നല്ലൊരു കാര്യമാണ്. അതേപോലെ പാരന്റ്സ് ആയിട്ട് എപ്പോഴും നല്ലൊരു കോണ്ടാക്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളുടെ ക്ലാസ്സിൽ ഒരു 10 കുട്ടികളാണെങ്കിൽ ആ 10 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ 10 കുട്ടികളുടെ പാരന്റ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരെന്താ ചെയ്യുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവർ കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫാമിലിയിൽ ഫ്രീഡം കൊടുക്കുന്നുണ്ടോ, അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്നാലാണ് നമ്മൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. Even in the school, she should not yield to any rude expectation of the parents. നമ്മൾ ഒരിക്കലും റൂഡ് ആയിട്ടൊന്നും പെരുമാറാൻ പാടില്ല ദേഷ്യത്തോടെ. അവരുടെ എക്സ്പെക്ടേഷൻ ഉണ്ട്, അപ്പൊ നമ്മൾ വിശ്വസിച്ചാണ് നമ്മളുടെ അടുത്തേക്ക് അവരുടെ മക്കളെ ഏൽപ്പിക്കുന്നത്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. അവരുടെ മക്കളെ നമ്മൾ ഇത്രയും നമ്മളുടെയൊക്കെ പാരന്റ്സ് എന്താണ്, നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുക പറയുന്ന ഡയലോഗാണ്, ടീച്ചറെ തല്ലിയ എന്ത് ചെയ്ത് വേണമെങ്കിലും എന്റെ മോളെ പഠിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞ വിശ്വാസത്തോടെയാണ് നമ്മുടെ പാരന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ടീച്ചേഴ്സിന്റെ കയ്യിൽ നമ്മുടെ മക്കളെ ഏൽപ്പിക്കുന്നത്. സോ നമ്മൾ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ അവരെ വാർത്തെടുക്കുക എന്നുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്, നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. അത് മനസ്സിലാക്കി പാരന്റ്സിനോട് നല്ല രീതിയിൽ പെരുമാറണം, നമ്മുടെ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറാൻ തന്നെ വേണം നമ്മൾ അവരെന്ത് ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത്. മെനി ടൈംസ് parents are communicated by the management through the teachers only. പാരന്റ്സിനോടും മാനേജ്മെന്റിന് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും പറയുന്നത്. എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ ചിലപ്പോൾ ടീച്ചേഴ്സ് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ പെട്ടെന്ന് ടീച്ചേഴ്സിനോട് നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ചൂടാവാനൊന്നും പാടില്ല. കാരണം ശരിക്കും ഈ പറയുന്നത് ടീച്ചേഴ്സ് ആണെങ്കിലും അതിന്റെ തീരുമാനം എടുത്തിരിക്കുന്നതായിരിക്കും മാനേജ്മെന്റ് ആയിരിക്കും. By carrying the instruction of the management to the parents, the teacher should not add her own private opinion. So management എന്തെങ്കിലും കാര്യങ്ങൾ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടേതായ ഒപ്പീനിയൻസ് ഒന്നും എന്ത് ചെയ്യണ്ട, അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. Only the decision of the management should have to be dispatched to the parents. നമ്മൾ അവരുടെ ആ ഡിസ്കഷൻ, മാനേജ്മെന്റ് എന്താണോ പറഞ്ഞിരിക്കുന്ന ഡിസിഷൻ, അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നോട്ട് ഓൾ ദ ഡിസ്കഷൻ, നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്ത എല്ലാ ഡിസ്കഷനും കൂടി നമ്മൾ പറയേണ്ടതായിട്ടില്ല. സോ കറക്റ്റ് ആയിട്ട് എന്താണോ കാര്യം മാനേജ്മെന്റ് പാരന്റ്സിനെ അറിയിക്കണമെന്ന് ടീച്ചേഴ്സിനെ അസൈൻ ചെയ്തത്, ആ കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അസൈൻ ചെയ്താൽ മതി, അവരോട് പറഞ്ഞാൽ മതി. സോ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റിനെ നല്ല രീതിയിൽ, പാരന്റ്സിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോ നല്ല രീതിയിൽ വേണം നമ്മൾ പാരന്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ. അവർ കസ്റ്റമേഴ്സ് ആണ്. ഇന്നത്തെ ലോകത്ത് മോഡേൺ എൻവയോൺമെന്റില് കസ്റ്റമേഴ്സ് ആർ ദ കിങ്സ് എന്നാ പറയുന്നത് അല്ലെ.
പണ്ട് ബയ്യേഴ്സ് ആണ് മീൻസ് ആദ്യം ആരായിരുന്നു സെയിൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ബയ്യേഴ്സ് ആണ് കിങ്. ആരാണ് എന്തെന്ന് വെച്ചാൽ പാരന്റ്സിന് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? കുട്ടീനെ എന്തായാലും അവർക്ക് മാനേജ്മെന്റ് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഇഷ്ടമായില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ ആദ്യം നമ്മുടെ മാനേജ്മെന്റിനോട് കംപ്ലൈന്റ് ചെയ്യും. ദെൻ അവരെന്ത് ചെയ്യും? അവരുടെ കുട്ടീനെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാറ്റും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ നല്ലൊരു രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യേണ്ടത്? ഫീൽ ചെയ്യേണ്ടത്. പാരന്റ്സ് ആയിട്ട് ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യണം. കുട്ടികളുടെ സാഹചര്യങ്ങള്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ആർക്ക് ടീച്ചേഴ്സിനുണ്ട്. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മളിപ്പോ ഒരു കുട്ടിക്ക് നന്നായിട്ട് ഹോംവർക്കും കാര്യങ്ങളും കൊടുക്കുകയാണ്, പഠിക്കാനൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കാൻ കൊടുത്തു വിടാന്ന് വിചാരിക്കും. ബട്ട് എന്താണ് അവരുടെ പാരന്റ്സും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്ത് നമ്മുടെ ക്ലാസ്സിൽ ഇരുത്തി തന്നെ അവരെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കണം. അവർ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഓപ്പൺ ഡിസ്കഷൻസ് പ്രൊവൈഡ് ചെയ്യാം. കുട്ടിയുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാരന്റ്സിനോട് പറയാം. ആദ്യം കുട്ടിയുടെ വന്ന സമയത്ത് എഴുതാനും വായിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പൊ അവർ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ ആ ഒരു എന്താ പറയാ ഒരു മതില് അല്ലെങ്കിൽ ആ ഒരു തടസ്സം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മൾ ചിൽഡ്രൻസ് ആണ്. മെയിൻ ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ എയിം എന്താണ്? കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ ഓപ്ഷൻ തന്നെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. കുട്ടികളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഇത് അവർക്ക് ഒരു ഡിഫറെന്റ് ചിലപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ ചിലപ്പോൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്താലായിരിക്കും മനസ്സിലാവുന്നത്. ചില കുട്ടികൾക്ക് നമ്മളത് എഴുതി പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം ഒരു ടീച്ചർ എന്ത് ചെയ്യാനായിട്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ചില ക്ലാസ്സുകളിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. നല്ല നിങ്ങളൊരു എക്സാമ്പിൾ പറയണേ, MPയുടെ കേസിലാണെങ്കിൽ PG കഴിഞ്ഞ കുട്ടികൾ വരെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് +2 കഴിഞ്ഞ കുട്ടികളുണ്ട്. സോ ഈ രണ്ട് കുട്ടികളെ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ക്ലാസ് എടുത്ത് പോകാനായിട്ട്. ഫുൾ എൻറ്റയർലി ഇംഗ്ലീഷിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ഫുൾ എൻറ്റയർ ക്ലാസ് ഫുൾ ഇംഗ്ലീഷിൽ പോകുന്ന ക്ലാസ്സുകളുണ്ട്. ബട്ട് അത് ഓരോ ബാച്ചുകൾ നമ്മൾ നോക്കി കമ്പയർ ചെയ്തിട്ട് ഏത് ലാംഗ്വേജ് ആണ് പ്രിഫറബിൾ എന്നൊക്കെ നോക്കിയിട്ടാണ് ആ ക്ലാസ്സും കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ എങ്ങനെ വേണം കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മനസ്സിലാക്കണം. സോ കമ്മ്യൂണിക്കേഷൻ ആണ് കുട്ടികളായിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രോപ്പർ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നമ്മൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും ആരായിട്ട്? പാരന്റ്സ് ആയിട്ടും നമ്മളുടെ മാനേജ്മെന്റ് ആയിട്ടും നേരിട്ട് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ മേ ബി പാരന്റ്സിനോടോ മാനേജ്മെന്റിനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മളത് പറയാം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. The aim of the teaching profession itself is to communicate with the children. അപ്പൊ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് പ്രൊഫഷന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളായിട്ട് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. At the same time, we should note that parents are also watching their children regularly. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കുട്ടികളെ പാസ് ചെയ്യാനായിട്ട് ആരുണ്ട്? പാരന്റ്സ് ഉണ്ട്. അതെന്താണ് പഠിക്കുന്നത് നമ്മളായാലും നോക്കിക്കേ. നിങ്ങൾ പാരന്റ്സ് അല്ലേ? അപ്പൊ കുട്ടികൾ എന്താണെന്ന് പഠിച്ചതെന്ന് നമ്മൾ ജസ്റ്റ് പേജസ് ഒക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയേ. നമുക്ക് ബുക്ക് ടെസ്റ്റ് ഒക്കെ റെഫർ ചെയ്ത് നോക്കാറില്ലേ? ഇന്നെന്താ പഠിച്ചത്? ഓണം വെക്കേഷൻ കഴിഞ്ഞ് ഇന്നലെ ക്ലാസ്സിൽ പോയി. മിക്കവാറും ക്ലാസ്സിലൊന്നും എടുത്തിട്ടുണ്ടാവില്ല. ഇന്ന് മുതൽ നമ്മൾ നോക്കും ടീച്ചർ എന്താ പഠിപ്പിച്ചേ, ഏത് പോർഷൻ എടുത്തത്, ഏത് ചാപ്റ്റർ എടുത്തത്. നമ്മൾ പോസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾ എന്താ ആക്ടിവിറ്റി ചെയ്ത് എന്താ പഠിക്കുന്നത് എല്ലാം ആരെ നോക്കുന്നുണ്ട്? പാരന്റ്സ് നോക്കുന്നുണ്ട്. റെഗുലർലി ചെക്ക് ചെയ്യാറില്ല എല്ലാ പാരന്റ്സും. വലിയ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കും. സോ നമ്മൾ റെഗുലർലി ചെക്ക് ചെയ്യുന്നുണ്ട്. So whenever the teacher wants to communicate the children by oral or written, she should feel that the parents are in the back. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ്? ടീച്ചേഴ്സ് കുട്ടികളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ പുറകില് കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് എപ്പോഴും ആരുണ്ട്? പാരന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം.
അപ്പൊ കുട്ടികളോട് എന്തെല്ലാം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നോട്ട് ഓൺലി ഹർ വേർഡ്സ് ബട്ട് ഓൾസോ ഓൾ ഹർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് അബൌട്ട് ഹർ ഡ്രസ്. The information is being informed to the parents by the children. നമ്മൾ പറയുന്ന വേർഡ്സ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈല്, നമ്മൾ വിയർ ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഞാനൊക്കെ ചെറുപ്പത്തില് ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ സയൻസ് എടുക്കുന്ന മിസ്സിന്റെ പേര് ശ്രീലതാണ് കേട്ടോ, ശ്രീലത ടീച്ചർ. അപ്പൊ മിസ്സിന്റെ ഡ്രസ് കോഡ് ഡ്രസ്സിനനുസരിച്ച് മാച്ച് ആയിട്ടായിരിക്കും ബാംഗിൾസ് ഇടുന്നത്, ഇയറിങ്സ്. അപ്പൊ ഇതെല്ലാം ഞാൻ വീട്ടിൽ പോയി പറയുമായിരുന്നു. നമ്മൾ അങ്ങനെ ഇരുന്നില്ലേ, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യൂലേ, ടീച്ചർ എന്താണ് വെയർ ചെയ്യുന്നത്, എന്താ കോസ്റ്റ്യൂംസ്, കളറ്, മാത്സ്, കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മള് ആരോട് പറയും, പാരന്റ്സിനോട് പറയും. സോ പാരന്റ്സിനോട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വിയർ ചെയ്യുന്ന ഡ്രസ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം. മാക്സിമം ടീച്ചിങ്ങിന്റെ ആ ഒരു എന്താ പറയാ, ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന എക്സ്പെക്ടേഷൻ ഏതൊരു കോസ്റ്റ്യൂമിൽ ടീച്ചറിനെ കാണാനാണ്, സാരിയില്. അല്ലെ? സോ നിങ്ങൾ ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മള് ഇപ്പൊ ഒരു 10 days ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു 1 month ആണ് കിട്ടുന്നത്. ഫുൾ ഡേയ്സും നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം, സാരി വിയർ ചെയ്യാൻ, എന്തെങ്കിലും സാരി വിയർ ചെയ്യാൻ തന്നെ മാക്സിമം നോക്കണം. കാരണം നമ്മുടെ ഡ്രസ്സിംഗ് ഇതിന് മാർക്ക് വരുന്നുണ്ട് ഇല്ലേ? അതിന് പോയിട്ടുണ്ടോ ടീച്ചിങ് പ്രാക്ടീസിന്? അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ആ ഡ്രസ്സിങ്ങിന്റെ ഇതിന് മാർക്ക് ഇടാറുണ്ട് അവര്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു കോസ്റ്റ്യൂം നമ്മളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആര് തന്നെയാണ് നമ്മൾ ഉറപ്പിക്കുക, അതെല്ലാം വിയർ ചെയ്യേണ്ടതായിട്ടാണ്. സോ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളുടെ പ്രോപ്പർ ആയിട്ട് വേണം വിയർ ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ എന്താ പറയാ, ചെറിയ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ജീൻസും ടോപ്പ് ഇട്ട് പഠിപ്പിക്കാൻ പോകുന്നത് അക്സെപ്റ്റബിൾ അല്ല നമ്മളുടെ രാജ്യത്ത്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അത്ര അക്സെപ്റ്റബിൾ അല്ല. ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. സോ അത് മീറ്റ് ചെയ്യാൻ നോക്കാം. ഡ്രസ് കോഡ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. ദെൻ നമ്മള് അതെല്ലാം ആര് വാച്ച് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് വാച്ച് ചെയ്യുന്നുണ്ടെന്നൊന്ന് കോൺഷ്യസ് ആയിരിക്കണം. സോ ഷീ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ നോട്ട് ഓൺലി ഇൻ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓറൽ സ്റ്റേറ്റ്മെന്റ് ബട്ട് ഓൾസോ ഇൻ ദ ബിഹേവിയർ ടു ദ ചിൽഡ്രൻ. നമ്മൾ റിട്ടൺ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓറൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പാർഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല, അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ പാർഷ്വാലിറ്റി കാണിക്കാനായിട്ട് പാടില്ല. Then when the teacher is writing a short note, she is communicating with her parents only. നമ്മൾ ഒരു ഷോർട്ട് നോട്ടും കാര്യങ്ങളും നമ്മൾ നോട്ട്സും കാര്യങ്ങളും കൊടുക്കാറുണ്ട് പാരന്റ്സിന് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പോ ഷീ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത്, നമ്മൾ കുട്ടികൾക്ക് നോട്ട്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, അത് കുട്ടികൾക്ക് മാത്രമല്ല, അത് ആര് റീഡ് ചെയ്യുന്നുണ്ട്, പാരന്റ്സിനോട് റീഡ് ചെയ്യുന്നുണ്ട് എന്ന് കോൺഷ്യസ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് കാര്യങ്ങൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സോ കെയർഫുൾ ആയിരിക്കും ടീച്ചേഴ്സും പാരന്റ്സ് നമ്മൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഈ 2 പോയിന്റും പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻസ് ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, നമ്മള് ഈ പ്രാവശ്യം അല്ലെങ്കിൽ നമ്മള് പാർട്ട് 4ലേക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യൂണിറ്റിന്റെ പേര് നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു വലിയ ചാപ്റ്റർ ആണല്ലേ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു എന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നന്നായിട്ട് നോക്കാം. ദെൻ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. അതിന് മുമ്പ് എനിക്ക് കാര്യം പറയാനുണ്ട്. നമ്മള് പാർട്ട് 3യില് കുറച്ച് യൂണിറ്റ്സ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന 3 യൂണിറ്റ്സ് ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. ഓർമ്മയുണ്ടത്? ഓക്കെ, ആ ചാപ്റ്റർ ഞാൻ അത് എടുത്ത സമയത്ത് പറഞ്ഞു നമുക്ക് റിവിഷന്റെ സമയത്ത് സെമിനാർ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ സെമിനാർ അസൈൻ ചെയ്യാൻ പോവാണ്. ഓരോ കുട്ടികള്, നമ്മള് ഡിപ്ലോമയിലുള്ള കുട്ടികൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം PG കുട്ടികൾ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ടാവും, സെമിനാർ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ PG കുട്ടികൾ സെമിനാർ എടുക്കാത്തവരാണെങ്കിൽ എന്നോട് പറയാം, ഞാൻ PG ആണ് ബട്ട് സെമിനാർ എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ മാർക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് ഞാൻ ആദ്യം സെമിനാർ വരുന്നത്. അപ്പോ സെമിനാർ എടുക്കാൻ റെഡി ആയിട്ടുള്ളവര് എന്ത് ചെയ്യാം, പറയാം, അല്ലെങ്കിൽ ഞാൻ അസൈൻ ചെയ്യും. അവരത് എന്ത് ചെയ്യണം, സെമിനാർ എടുക്കണം. ഓക്കെ, നമുക്കൊരു വീണ്ടും ഒരു തിരിഞ്ഞു നോട്ടം അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്കതൊരു ഹെൽപ്ഫുൾ ആണ്. ഏത് ഈ ഒരു സെമിനാർ എടുക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 1 മിനിറ്റ്. നമ്മുടെ യൂണിറ്റിന്റെ പേര് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ ആരാണ് ഫസ്റ്റ് എടുക്കുന്നത്? ഞാൻ എടുക്കാം. ആരാണത്? ജ്യോതി. ഓക്കെ, നോർമലൈസേഷനും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് മാത്രമല്ല ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയണം. സോ നോർമലൈസേഷൻ എടുക്കുന്നത് ജ്യോതിയാണ്. നോർമലൈസേഷൻ ജ്യോതിയാണ് എടുക്കുന്നത്. Then characteristics of normalization. 3 പോയിന്റ്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അടുത്ത ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക് ആൻഡ് പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ച കോൺസെൻട്രേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ നോക്കുക കേട്ടോ. ഈ 3 പോയിന്റ് ആരെടുക്കുന്നേ? ഫസാന ആണോ? ഇംഗ്ലീഷ് പേജ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 112. ഓക്കെ, ആരെടുക്കുന്നത്? ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പ്രൊഫൗണ്ട്. ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഫസാന എടുത്തോ? ഓക്കെ, ഫസാന കേട്ടോ. ഫസാന ഫസ്റ്റ് 3 പോയിന്റ്. Then attachment to reality, love of silence and submission of possessive instincts. ഈ 3 പോയിന്റ് ആരെടുക്കുന്നേ? ഞാൻ തന്നെ പറയണോ അല്ലെ? ഷീബ് എടുത്തോളൂ. ഇന്നാണോ എടുക്കണ്ടേ? അല്ലടാ, നെക്സ്റ്റ് വീക്ക് മുതലാണ് നമ്മൾ സെമിനാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എടുത്തോളൂ നെക്സ്റ്റ് വീക്ക്. ഏതൊക്കെയാ? അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, ലവ് ഓഫ് സൈലൻസ്, സബ്മിഷൻ ഓഫ് പോസിറ്റീവ് ഇൻസ്റ്റിൻക്റ്റ്. ഓക്കെ, ഷീബാട്ടോ. Then power to act real choice, not from curiosity, obedience and independence and initiatives. അതാരെടുക്കുന്നേ? അശ്വതി. PGയില് സെമിനാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ ചെയ്യണമെന്നുണ്ടോ? ഇല്ലടാ, അങ്ങനെയില്ല. PGയില് ചെയ്തിട്ടുണ്ട്, ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. PG ചെയ്തിട്ടില്ലേ? PGയില് ചെയ്തിട്ടുണ്ട്. ഓക്കെ. PGക്കാർക്ക് കുഴപ്പമില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ചെയ്തതല്ലേ. ഡിപ്ലോമക്കാർ ചെയ്തിട്ടുണ്ടാവില്ല.
നൗഫില അല്ലേടാ? നാഫില. നൗഫില. ഓക്കെ. ഒബീഡിയൻസ് മുതൽ കേട്ടോ. നൗഫില. ഓക്കെ. അശ്വതി. മാം. ഭയങ്കര in a class of normalized child, spot found self-discipline and joy ആണ് അശ്വതി എടുക്കേണ്ടത് കേട്ടോ. മാം ഞാനൊരു കാര്യം ചോട്ടെ, ഞാൻ ട്രെയിനിങ്ങിന് ഇപ്പൊ കേറിയിട്ട് ലീവാണ്, അപ്പോ ആ സമയം അല്ല ഡേറ്റ് എന്നാന്ന് അടുത്ത വീക്ക് നോക്കാം, ഞാൻ നോക്കാം. ഓക്കേടാ. വേറെ ആരെങ്കിലും നമുക്ക് അസൈൻ ചെയ്യാം, കാരണം അന്നത്തെ ദിവസം അതോടെ കംപ്ലീറ്റ് ആവും നോർമലൈസേഷൻ. അതുകൊണ്ടാവും. വേറെ ആൾക്കാർ റെഡി ആയിട്ടുള്ളത്? കമലുദ്ദീൻ. ഞാൻ പ്രൊനൗൺസ് ചെയ്യാൻ തെറ്റായിരിക്കുള്ളൂ. ഓക്കെ. കമൽ നിസ. ഓക്കെ അല്ലേടാ? അപ്പൊ ഇത്രയും പേര് നോർമലൈസേഷൻ എന്താണെന്ന് ചോദ്യം കിട്ടും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് 3 പോയിന്റ് ഫർസാന, നെക്സ്റ്റ് 3 പോയിന്റ്സ് ഷീബ, നെക്സ്റ്റ് 3 പോയിന്റ്സ് നൗഫില. സോറിടാ, പിന്നെ കമർസിന. സോറി, ഓക്കെ. സോറിയുടെ പേര് റീഡ് ചെയ്യാൻ പറയാൻ പറ്റുന്നില്ലടാ. ഓക്കെ. നമുക്ക് ഡീവിയേഷൻ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം റിവൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? നോർമലൈസേഷന്റെ സെമിനാർ തന്നിരിക്കുന്നവർ നോർമലൈസേഷൻ എന്താണെന്ന് നല്ല രീതിയിൽ നോക്കാം, ക്ലാസ് ഒക്കെ കണ്ട് നോക്കാം, ഒന്നും കൂടി നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, എന്നിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ. സത്യമായിട്ടും 1 വർഷമായില്ലേ നമ്മള് ഇത്രയും നാളായിട്ട് പഠിച്ചിട്ടില്ല. സോറി കേട്ടോ. ഞാനിത് ലാസ്റ്റ് കമറു എന്നൊക്കെ പറയാറ് അല്ലെ? അതാ നല്ലത്. അല്ലെങ്കിലും ഈ മുസ്ലിം കുട്ടികളുടെ പേര് പറയുമ്പോൾ നമുക്ക് തെറ്റിപ്പോകുന്നുണ്ട്. എനിക്കെന്താ പേഴ്സണലി ഞാൻ പറഞ്ഞതാ. ഇന്നെല്ലാരും കമറു തന്നെ വിളിക്കലേ. നീട്ടി വെക്കാൻ ഭയങ്കര പാടാണ്. നമ്മളൊക്കെ ഇന്ന് എടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷനിലേക്ക് അത് തിരിച്ചു വരാൻ സെമിനാർ വരാൻ വേണ്ടി പോയതാണ്. കമ്മ്യൂണിക്കേഷനിലേക്ക് വരാണ്. നമ്മുടെ ആക്ടിവിറ്റീസിന്റെ കാര്യം ഒന്ന് പറയണോട്ടോ. നിങ്ങൾ ഈ വൈവേ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, വൈവയുടെ സമയത്ത് ഒരു റൂമിൽ ഫുൾ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് വേണം വൈവേ അറ്റൻഡ് ചെയ്യാനായിട്ട്. 5 റെക്കോർഡ് എടുത്ത് വെക്കണം. നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടീച്ചറിനൊന്ന് കാണിച്ചു കൊടുക്കുക, സൈൻ ചെയ്തിട്ടുണ്ട്, എന്നാലേ മാർക്ക് എൻട്രി ഉള്ളൂ. ദെൻ പിന്നെന്താ പറഞ്ഞത്, കറക്റ്റ് ആയിട്ട് ബാക്കി റെക്കോർഡ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ടീച്ചേഴ്സിന്. ഇന്ന കാര്യങ്ങളാണ്. ഇപ്പൊ റൈംസിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആൽഫബറ്റ് സോങ് മുതൽ പ്രയർ സോങ് വരെ നമ്മൾ പേജസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. സ്റ്റോറിയിലാണെങ്കിൽ നമ്മൾ ആ സ്റ്റോറി മുതൽ നമ്മൾ മൈം ആണെന്ന് തോന്നുന്നത് ലാസ്റ്റ് വരുന്നത്, മൈം വരെ പേപ്പേഴ്സ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. കളക്ഷൻ ബുക്ക്, പസിൽസ് എല്ലാം കാണിച്ചു കൊടുക്കാം. മെയിൻ ആയിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ട റെക്കോർഡാണ് അപ്പാറ്റിക്സ് റെക്കോർഡ്. കാരണവശാലും അപ്പാറ്റിക്സ് റെക്കോർഡ് ചെയ്യാതെ ഇരിക്കരുത്. ഒറ്റ ആൾ പോലും അപ്പാറ്റിക്സ് റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആക്കാനായിട്ട് പാടില്ല, ഇൻകംപ്ലീറ്റ് ആവാൻ പാടില്ല. ഓക്കെ. എല്ലാ കാര്യങ്ങളും അപ്പാറ്റിക്സ് റെക്കോർഡും അതിന്റെ ഇമേജസ് കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. എല്ലാരും കറക്റ്റ് ആയിട്ട് പേസ്റ്റ് ഒക്കെ ചെയ്യണേ. റെക്കോർഡാണ്. 5th റെക്കോർഡാണ് മോണ്ടിസോറി അപ്പാറ്റിക്സ് റെക്കോർഡ് ഞാൻ പറയുന്നതിന്. മോണ്ടിസോറി റെക്കോർഡില്ലേ അത് നമ്മള് മെറ്റീരിയൽസ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള ലാസ്റ്റ് അതല്ലേ? അതന്നെടാ. ആ റെക്കോർഡ് നമ്മൾ പറയുന്ന പേരാണ് അപ്പാറ്റിക്സ് റെക്കോർഡ്. നല്ല കുറെ അപ്പാറ്റിക്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ? വൈവേ അതറിഞ്ഞൂടാ. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയാം. വൈവയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല, ഇൻഫോം ചെയ്തിട്ടില്ല. എക്സാമിന് മുമ്പാവും മാം വൈവേ, അത് എക്സാമിന് ശേഷമാണ്. നിങ്ങളോട് നിങ്ങൾ ആരൊക്കെയാറോ? ജസീറ മാം.
മാമിനോട് ചോദിക്കാം. അല്ല, ആരാണ്? ജസീറ എല്ലാം നമുക്കെല്ലാം വേറെ വേറെ ആൾക്കാരാണ്, കുറെ പേർക്ക് വേറെ ആളുകളാണ്. ആണ്. നമ്മുടെ ഫീസ് കളക്ട് ചെയ്യുന്നതല്ലേ? അതെ അതെ, ഫീസ് നിങ്ങളോട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. അത് ജസീറമ്മ വേറെ കുറച്ച് പേർക്ക് വേറെ വേറെ. നമുക്ക് രേഷ്മ മാം. ഞങ്ങൾക്ക് ജസീറ മാം. ഓക്കെ, ചിലപ്പോ അവരോട് PROസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ടീച്ചേഴ്സിന് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് വൈകിട്ട് ടൈം ടേബിൾ ഇടുമ്പോഴാണ് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. സാധാരണ ഇങ്ങനെ നടക്കുക എക്സാമിന് മുമ്പാണ് എക്സാമിന് ശേഷം വൈവ വരാറ്. സാധാരണ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും വൈവ വരുന്നത്. എക്സാം കഴിഞ്ഞിട്ട് ഒരു 1 വീക്കോ 10 ഡേയ്സിനുള്ളിൽ വൈവേ കംപ്ലീറ്റ് ആക്കണം, അങ്ങനൊരു ഇൻഫർമേഷൻ വരും. അപ്പൊ 5 വീക്ക് ഡേറ്റ് തരുമ്പോൾ തന്നെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് അത്രയും ക്രിട്ടിക്കൽ ആണെങ്കിൽ മാത്രം ആ വൈവയുടെ ഡേറ്റ് മാറ്റാനായിട്ട് നോക്കാം. കാരണം വൈവയുടെ ഡേറ്റ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കി ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വൈവേക്ക് സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വൈവയുടെ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, വേറൊരാളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ഡേറ്റില് കയറാൻ എന്താണ് താല്പര്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കേട്ടിട്ട് ആ കുട്ടിക്ക് വരുന്ന ദിവസത്തിൽ നിന്ന് കയറാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, കാരണം വൈവയുടെ മിസ് ചെയ്യാനേ പാടില്ല. കാരണം നമ്മൾ ഈ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ വൈവയുടെ മാർക്സും കൂടി എൻട്രി ചെയ്താലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുള്ളൂ, അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അതോറിറ്റി നമുക്ക് തരുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, വൈവേ കാരണവശാല മിസ്സാവരുത്. നമ്മൾ ഫുൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ വൈവയുടെ മാർക്ക് കൂടി എന്ത് ചെയ്യണം, എൻട്രി ചെയ്താലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതിൽ ആരൊക്കെ PG ചെയ്യുന്നുണ്ട്? PG ചെയ്യാത്തവരെന്താ, +2 ഉള്ളതുകൊണ്ടാണ് PG ചെയ്യാത്തത്? അതെ, ഞങ്ങൾക്ക് +2 ഉള്ളൂ. ഓക്കെ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. +2 ഉള്ളവർക്ക് PG ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറയാം, നമുക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ വെച്ചാല് നമുക്ക് 2 ടൈപ്പ് കോഴ്സുകളാണ് സാധാരണ അക്കാഡമിക് കോഴ്സുകൾ ഉള്ളത്, അറിയാലോ. ഒന്ന് സ്കിൽ കോഴ്സ്, നമ്മൾ പഠിക്കുന്ന സ്കിൽ കോഴ്സ് ആണ്. മറ്റൊന്ന് അക്കാഡമിക് കോഴ്സ് ആണ്. ഇപ്പോ BA, MA, BCom, MCom, BBA, MBA എന്ന് വെച്ചാല് ഇത് അക്കാഡമിക് കോഴ്സ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PG ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സ്കിൽ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽ കോഴ്സിന്റെ എന്ത് മതി, ഡിഗ്രി മതി, അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ മതി PG ചെയ്യാനായിട്ട്. ഇപ്പൊ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി എനിക്കുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, PG ഇൻ മോണ്ടിസോറി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ PROസിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. കാരണം മിക്ക ബാച്ചിലെയും കുട്ടികൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് PG ചെയ്യാൻ പറ്റുമോ? കാരണം ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുമ്പോൾ PG ഉള്ളവരെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അവർ പറയും, നമ്മളുടെ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികള് അവര് നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും, PG ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത് ഇനി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ സാറിനോട് ചോദിച്ചിട്ട് സാറാ പറഞ്ഞത് നമ്മുടെ സ്കിൽ കോഴ്സുകൾക്ക് അതിനെന്തോ ഒരു ഫീസ് അവർ പറയുന്നുണ്ട്. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അല്ല, നമ്മുടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ PG ചെയ്യുന്നത്. നമ്മളുടെ ഡിപ്ലോമയുടെ ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, DCA അറിയാവോ? DCA, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, +2 കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു കോഴ്സാണ്. ഈ DCA ഉണ്ടെങ്കിൽ നമുക്ക് PGDCA ചെയ്യാൻ പറ്റും. PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അപ്പൊ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെയാണ് നമ്മളുടെ മോണ്ടിസോറിയുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഡിഗ്രി ഉണ്ടെങ്കിൽ നേരിട്ട് PG സർട്ടിഫിക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം +2 ആണെങ്കിൽ നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, PG ചെയ്യാൻ പറ്റും. അതിനൊന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരുടെ കുട്ടികൾ PROസ് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും കേട്ടോ. അത് ചില ബാച്ചിലെ കുട്ടികൾ നമ്മളോട് ഇവിടെ ചോദിച്ചു, നിങ്ങൾക്ക് അത് അറിയോന്ന് എനിക്ക് അറിഞ്ഞോളല്ലോ. അപ്പൊ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ PG ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ എന്താ പറയാ, നമ്മളുടെ മുമ്പ് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്, PG ക്ലാസ്സിലേക്ക് ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താ പറയാ, ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയപ്പോ PG ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചില കുട്ടികൾക്ക് ഡിഗ്രി ഉണ്ട്, അവര് പക്ഷെ ഡിപ്ലോമയ്ക്കായിരുന്നു ജോയിൻ ചെയ്തത്. പിന്നീട് അവർക്ക് അത് മനസ്സിലായത്. ഷീബ എന്താ പറഞ്ഞത്? ഡിപ്ലോമ വിത്ത് PG.
ഞാൻ ബികോം പി ജി വേണം. ബികോം നമ്മളുടെ പി ജി വേണോ? നമ്മുടെ പി ജി ഞാൻ ഉദ്ദേശിച്ചത്. ബികോം പി ജി ഡി സി എന്നുള്ള കോഴ്സ് ഉണ്ടോ? അല്ല, ബികോം കഴിഞ്ഞിട്ട് ബികോമിന്റെ കൂടെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. അത് ബികോം കഴിയുന്നതിനേക്കാൾ മുമ്പാണ് മോൻ ചെയ്തത്? അല്ല, ബികോം കഴിഞ്ഞിട്ട് പാസ്സായ ശേഷം. അതിന് മുമ്പാണ് ചെയ്തത്? അല്ല, കഴിഞ്ഞിട്ട് ബികോം കഴിഞ്ഞിട്ട്. ആണോ? ഞാൻ പി ജി ഡി സി എ ചെയ്തത് +2 കഴിഞ്ഞതിന് ശേഷം. ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. +2 കഴിഞ്ഞ് ഞാൻ നേരിട്ട് കൊമേഴ്സ് കഴിഞ്ഞിട്ടാണ് പി ജി ഡി സി എ ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് വെറുതെ ഇരിക്കാം. ഡിഗ്രി ഉള്ളവർക്ക് പി ജി വേണ്ട എന്നൊരു ചോദ്യം പറഞ്ഞു. അത് ഡിഗ്രി ഉള്ളതുകൊണ്ടായിരിക്കാം. +2കാരൊക്കെ ഇപ്പൊ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ്. കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളോടോ അല്ലെങ്കിൽ സാറിനോടോ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ പി ജി എടുക്കുന്നുണ്ടല്ലോ എല്ലാവരും ഏകദേശം. പി ജി എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഡിപ്ലോമ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. എനിക്ക് ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഞാൻ പി ജി നല്ലതാണ്. കാരണം ജോലിക്ക് ഇപ്പൊ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇപ്പൊ പി ജി ഉള്ളവരെ എടുക്കും ഒരു പ്രിഫറൻസ്. നമ്മൾ ഡിപ്ലോമ ആണെങ്കിൽ നമ്മളുടെ കുറച്ചും കൂടി നല്ല രീതിയിൽ പെർഫോം ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ എടുക്കാം, റെക്രൂട്ട് ചെയ്യാൻ പറ്റും. അല്ല, പക്ഷെ ഇപ്പോ ചോദിക്കുന്ന പി ജി കുട്ടികളാണ്. പി ജി മോൺസൂണിയാണ് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾ നോക്ക്, നമ്മള് ഓരോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് നല്ലതാണ്. സോ നമ്മള് ഇന്നെടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അല്ലെ? അപ്പൊ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ടീച്ചറിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് നമ്മുടെ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളെ നല്ല സ്നേഹത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നല്ല പൊളൈറ്റ് ആയിട്ട് നല്ല സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കാം. നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യണം. നല്ല രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം. പല ഡിഫറെന്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളുള്ള ദേഷ്യമുള്ള കുട്ടികളുണ്ടാവും, പെട്ടെന്ന് ചൂടാവുന്ന കുട്ടികളുണ്ടാവും. ഡിഫറെന്റ് ക്യാരക്ടർ ആയിട്ടുള്ള കുട്ടികളായിരിക്കും നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അവരുടെ ക്യാരക്ടർ അതാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ പാരന്റ്സിനോടും കോ ടീച്ചേഴ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടും അഡ്മിനിസ്ട്രേറ്റേഴ്സിനോടും മാനേജ്മെന്റിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഏത് സിറ്റുവേഷൻ നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല സ്നേഹത്തോട് നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ടീച്ചേഴ്സിനെ കുട്ടികൾക്ക് ഇഷ്ടം. നിങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് നല്ല രീതിയിൽ കയ്യിലെടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഞാനത് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ. ദെൻ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇനി ഡെവലപ്മെന്റ് പ്രൊഫൈലാണ്. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുക്കുമ്പോൾ സെമിനാറിൽ കൂടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് നെക്സ്റ്റ് വീക്ക് ഫസ്റ്റ് നമ്മൾ സെമിനാർ എടുക്കും. എത്ര പേർക്ക് അസൈൻ ചെയ്തത്? 5 പേരെന്തോണ്. അപ്പൊ അവരെല്ലാവരും ക്ലാസ്സിൽ വേണം. നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ട്യൂസ്ഡേ വരാം, ക്ലാസ്സിൽ സെമിനാർ കണ്ടക്ട് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് പ്രൊഫൈൽ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. വേഗം കഴിയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാത്തതാണ്, പുതിയൊരു ചാപ്റ്റർ അല്ലേ, ഫ്രഷ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഏതെങ്കിലും പോർഷൻസ് ഞാൻ ഒന്നും കൂടി എടുത്തു തരേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങളോടൊന്ന് ചോദിച്ചത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും പോർഷൻ ചിലപ്പോൾ ഞാൻ സ്പീഡിൽ എടുത്തു പോയതോ ക്ലിയർ ആവാത്തതായിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം എന്റെ അടുത്ത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചാപ്റ്റർ ഡൗട്ട്സ് ഉള്ള ചാപ്റ്ററോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേടിക്കൊന്നും വേണ്ട, ഞാൻ വിഷമിക്കൊന്നുമില്ല, പറഞ്ഞോ. കാരണം നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായാലേ ഞങ്ങൾ ചെയ്ത ഒരു ഇത് ഞങ്ങൾക്കും. ഓക്കെ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം, നമുക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കൊണ്ട് ഞാൻ പറയുന്നത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോവാം. കാരണം ഇനി എക്സാം എന്ന് പറയുമ്പോൾ ഒരു 1 month നമുക്ക് ഫ്രണ്ടിലുണ്ട്. നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു ടൈം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ
പറഞ്ഞോടാ ചോദ്യം. പിന്നെ നമ്മള് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തില്ലേ കുറെ, ഇപ്പൊ അസൈൻമെന്റ് ആവട്ടെ 5 റെക്കോർഡ് ആവട്ടെ എല്ലാം കഴിഞ്ഞു, അസൈൻമെന്റും സെൻഡ് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എഴുതണ വർക്ക് ഇനി ഒന്നും ഉണ്ടാവില്ലല്ലോ മാം, ഓൺലി പഠിക്കുന്നത് മാത്രമല്ലേ? ഇനി എന്തെങ്കിലും എഴുതാനുള്ളതോ ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും? അസൈൻമെന്റ് കഴിഞ്ഞു, റെക്കോർഡ് കംപ്ലീറ്റ് ആണ്, ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ആണ് അല്ലേ? അതെ മാം. ആക്ടിവിറ്റീസിൽ ഇപ്പോ ഒരു ചാപ്റ്റർ വരുന്നില്ല നിങ്ങൾക്ക്, മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, സ്റ്റഡിയിലും ഉണ്ട് കേട്ടോ. മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വരില്ലേ, അപ്പൊ അതിലൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ടീച്ചർ തരുമോന്ന് ഞാൻ ആധാർ മിസ്സിനോട് പറയാം. സെമിനാർ എന്നിങ്ങനെ ചാപ്റ്റർ അല്ലേ, അപ്പൊ അതിലൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് നമ്മള് പൊല്യൂഷന്, നമ്മുടെ എർത്ത് പൊല്യൂഷനെ ഒരു പോസ്റ്ററാണ്, എർത്ത് പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടൊരു പോസ്റ്ററാണ്. ഞാനതൊന്ന് പറഞ്ഞുതരാം. ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ മാം? അപ്പൊ അത് ആദ്യം മാം എല്ലാവർക്കും അതിൽ കുറച്ച് സെമിനാർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ പറയാൻ വേണ്ടിട്ട്. അത് സിമ്പിൾ ആണ് ചാപ്റ്റർ, അതുകൊണ്ടാണ് എല്ലാവർക്കും നല്ലൊരു ചാപ്റ്റർ ആണത്. അതില് ഒരു എർത്ത് പൊല്യൂഷൻ റിലേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റർ പ്രസന്റ് ചെയ്യാനുണ്ട്. ഇതേപോലെ ഒരു പോസ്റ്ററോ ഒരു A4 ഷീറ്റിലോ ചാർട്ടിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോപ്പ് എർത്ത് പൊല്യൂഷൻ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എയർ, വാട്ടർ, സോയില്, റേഡിയേഷൻ, നോയിസ് പൊല്യൂഷൻ ഒക്കെ പറയുന്നുണ്ട്. സോ നമ്മളുടെ എർത്ത് ഈ പൊല്യൂഷൻ ഒക്കെ ഏറ്റ് വളരെ കഷ്ടപ്പെട്ട പോലെ, ശരിക്കും നമ്മൾ മനുഷ്യന്മാരാണ് നമ്മുടെ എർത്തിനെ എന്ത് ചെയ്തിരിക്കുന്നത്, മോശം അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നത്. സോ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. നമുക്ക് ഇനി വരുന്ന ഭാവി ജനറേഷൻ നല്ലൊരു എർത്തിനെയാണ് നമ്മൾ തിരികെ പോലത്തെ നല്ലൊരു എർത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഭാവി ജനറേഷന് കൊടുക്കേണ്ടത്, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ. സോ അത് ഈ പൊല്യൂഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാം കേട്ടോ. നല്ല രീതിയിൽ ആ ഒരു പോസ്റ്റർ അവയർനെസ് ചാർട്ട് പോലെയാണോ മാം? അവയർനെസ് ആയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനോ അങ്ങനെയാണോ? സ്റ്റോപ്പ് പൊല്യൂഷൻ, ഒരു അവയർനെസ് പൊല്യൂഷൻ എർത്ത് പൊല്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ സ്പോർട്സ് ഒക്കെ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് ഞാൻ കാണിക്കുന്നത് പ്രിന്റ് എടുക്കൊന്നും വേണ്ട കേട്ടോ. പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ടുണ്ടാവും. എയർ പൊല്യൂഷൻ കാണിക്കുന്നുണ്ട്, സൊല്യൂഷൻ കാണിക്കുന്നുണ്ട്, എർത്ത്, സേവ്, എന്ന് ഓരോന്നും. എയർ പൊല്യൂഷൻ ചില കുട്ടികൾ തീമാറ്റി എടുക്കുന്നത് എയർ പൊല്യൂഷൻ ആയിരിക്കും, ചില കുട്ടികൾ വാട്ടർ പൊല്യൂഷൻ ആയിരിക്കും, ചില എല്ലാ പൊല്യൂഷനും കൂടെ ഒരുമിച്ച് അവർ ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആ പോസ്റ്റർ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സെമിനാർ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനും പറ്റും കേട്ടോ. ആ ഒരു പോസ്റ്ററും കൂടി ഉള്ളൂ ഒരു ആക്ടിവിറ്റി ആയിട്ട്, വേറെ ഒന്നും ആക്ടിവിറ്റീസ് പെൻഡിങ് ഇല്ല. ഏകദേശം നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, പ്രസന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു.